ബിഗ് ബോസ് മലയാളം സീസൺ 8-ന്റെ പ്രീ ഷോ ആയ അഗ്നിപരീക്ഷ സെലക്ഷൻ ടാസ്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്യുന്നു. ഏതാണ്ട് 7ഓളം എപ്പിസോഡുകൾ OTT-യിൽ ഇതിനോടകം എത്തിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ചർച്ചാ വിഷയമാകുന്ന ഒരു കാര്യമാണ് തുടരെയുള്ള അഗ്നിപരീക്ഷയിലെ എവിക്ഷനുകളും എവിക്ഷനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും. അഗ്നിപരീക്ഷ സെലക്ഷനെക്കുറിച്ചും അതിൻ്റെ എവിക്ഷൻ ഉൾപ്പെടെയുള്ള ജഡ്ജ്മെൻറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ കാര്യത്തിൽ പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടായിരിക്കും. എന്നാൽ ഇതുവരെ കണ്ട എപ്പിസോഡുകളുടെ സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചില കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്കിതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായി തീർച്ചയായും രേഖപ്പെടുത്തുക. മലയാളികളെ സംബന്ധിച്ച് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു അഗ്നിപരീക്ഷ സീസൺ എത്തുന്നത്. മാത്രമല്ല ഇത്രയധികം കോമണർ മത്സരാർത്ഥികളെ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സീസണും എത്തുന്നത് ആദ്യമായി തന്നെയാണ്. ബിഗ് ബോസ് അതിന്റെ കോമണർ സെലക്ഷന്റെ അവസാന ഘട്ടമായ അഗ്നിപരീക്ഷ ടാസ്കിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് 40 പേരെയാണ്. അതായത് 30 പേരെ ബിഗ് ബോസിന്റെ ഡയറക്റ്റ് സെലക്ഷൻ ഡ്രൈവിൽ നിന്നും 5 പേരെ വീതം മൈജിയുടെയും വൈറ്റ് ഗോൾഡിന്റെയും സെലക്ഷൻ ഡ്രൈവുകളിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എത്തിയ 40 പേരാണ് അഗ്നിപരീക്ഷയിൽ മാറ്റുരയ്ക്കുന്നത്. ഈ ഷോയുടെ ഘടന ഇങ്ങനെയാണ്. ഏതാണ്ട് 3 ആഴ്ചക്കാലമാണ് ഷോ ഉണ്ടാകുക. ഒന്നുകിൽ 20 ദിവസം അല്ലെങ്കിൽ 21 ദിവസത്തെ ടെലികാസ്റ്റ് അല്ലെങ്കിൽ 21 എപ്പിസോഡുകൾ ഉണ്ടാകും. ഇതിൽ അവസാന ആഴ്ച പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ടായിരിക്കും. അതിനു മുൻപുള്ളത് 2 ആഴ്ച കാലഘട്ടമാണ്. ഈ 40 മത്സരാർത്ഥികളെ ബിഗ് ബോസ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലാണെങ്കിൽ 5 മത്സരാർത്ഥികളെയാണ് ബിഗ് ബോസ് സീസണിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ 35 മത്സരാർത്ഥികളെ 21 ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 20 ദിവസങ്ങൾ കൊണ്ട് എലിമിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഒരു എപ്പിസോഡിൽ ഒന്നിലധികം പേരെ വെച്ച് എലിമിനേറ്റ് ചെയ്യേണ്ട സാഹചര്യം നിലവിലുണ്ട്. മാത്രമല്ല അവസാന ആഴ്ച വോട്ടിങ്ങിന് വേണ്ടി നൽകുന്നുണ്ടെങ്കിൽ അവസാന ആഴ്ചയിലേക്ക് ഒരു ഷോർട്ട് ലിസ്റ്റഡ് പാനൽ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ എലിമിനേഷൻ കുറച്ചുകൂടി സ്പീഡിൽ 2 ആഴ്ച കൊണ്ട് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതായത് പറഞ്ഞു വരുന്നത് നമ്മൾ കാണുന്ന ഈ 40 മത്സരാർത്ഥികളിൽ നിന്ന് 35 പേരോ അതിനടുത്ത ആളുകളോ എലിമിനേറ്റഡ് ആകേണ്ടതാണ് എന്നാണ്. അത് ഓരോ ഘട്ടം ഘട്ടമായി ഓരോ എപ്പിസോഡിലായി വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അഗ്നിപരീക്ഷ ടീം നടപ്പിലാക്കുന്നു എന്ന് മാത്രം. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇന്നൊരാൾ എലിമിനേറ്റ് ആയില്ലെങ്കിൽ ആ വ്യക്തി എലിമിനേറ്റ് ആകേണ്ട വ്യക്തിയാണെങ്കിൽ 1-2 ദിവസത്തിനകം എലിമിനേറ്റ് ആകും എന്ന് തന്നെ സാരം. മറ്റൊരു കാര്യം, അഗ്നിപരീക്ഷയിലെ സെലക്ഷൻ നടക്കുന്നത് സീസണിൻ്റെ പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്താണ്. ഈ സീസണിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും, എങ്ങനെയായിരിക്കും ഈ വർഷത്തെ സീസൺ, അതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ ഗെയിമുകൾ എന്താണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം വ്യക്തമായി അറിയാവുന്നതാണ് ബിഗ് ബോസ് ടീം. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ബിഗ് ബോസ് ടീം സെലക്ഷൻ നടത്തുന്നത്. അതേസമയം നമ്മൾക്ക് സീസൺ ആരംഭിക്കുന്നതുവരെ എന്താണ് ബിഗ് ബോസിൽ സംഭവിക്കാൻ പോകുന്നത്, ബിഗ് ബോസ് മലയാളം സീസൺ 8-ൽ എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റുകളും ഈ സെലക്ഷനും തീർച്ചയായും മെയിൻ സീസണുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ആയിരിക്കും എന്നതും അതിന് പറ്റുന്ന ആളുകളെ ആയിരിക്കും സെലക്ട് ചെയ്യുക. അല്ലാതെ ഏറ്റവും സ്മാർട്ടായ ആളുകളെയല്ല, ആ സീസണ് ഏറ്റവും കോമ്പാക്റ്റബിളായ ആ സീസണിൽ ബിഗ് ബോസിന് പറ്റുന്ന മത്സരാർത്ഥികളെയായിരിക്കും ഇതിൽ നിന്നും സെലക്ട് ചെയ്യുക എന്നത് പ്രധാനമായ മറ്റൊരു കാര്യം. പലപ്പോഴും ഈ എവിക്ഷനുകൾ നമുക്ക് അൺഫെയറായി തോന്നുന്നതിന് ഒരു കാരണം, നമ്മൾ ബിഗ് ബോസ് സീസണുകൾ കണ്ട് ശീലിച്ചവരെ സംബന്ധിച്ച് ആഴ്ചയിൽ ഒരു എവിക്ഷനാണ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം എവിക്ഷൻ ഡേ ആണ്. അന്ന് 1-2 മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിട പറഞ്ഞു പോകും. ഒരു ആഴ്ചയിലെ സമയം ഇതിനിടയിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ 21 ദിവസത്തിനുള്ളിൽ ഇത്രയേറെ എലിമിനേഷൻ നടക്കേണ്ടതുകൊണ്ട് അഗ്നിപരീക്ഷയിൽ എല്ലാ എപ്പിസോഡുകളിലും എലിമിനേഷനുകൾ ഉണ്ട് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതായത് ഏതെങ്കിലുമൊക്കെ എപ്പിസോഡുകളിൽ എലിമിനേഷൻ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള എപ്പിസോഡുകളിൽ എലിമിനേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ 4 എന്ന രീതിയിൽ എലിമിനേറ്റ് ചെയ്യുന്നെങ്കിൽ അത് 5-6 അതിൽ കൂടുതലോ ഒക്കെ പേര് ഒരുമിച്ച് എലിമിനേറ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എത്തും. അഗ്നിപരീക്ഷ സെലക്ഷനും എപ്പിസോഡുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അഗ്നിപരീക്ഷ എന്നത് കോമണർ സെലക്ഷൻ പ്രോസസ്സ് എന്നതിൻ്റെ അവസാന ഘട്ടം അല്ലെങ്കിൽ 5ാമത്തെ ഘട്ടം മാത്രമാണ്. അതായത് അഗ്നിപരീക്ഷ എന്നത് പ്രത്യേകമായി നിലനിൽക്കുന്ന ഒരു പ്രത്യേക ഷോയല്ല. ഒരു സെലക്ഷൻ പ്രോസസ്സിൻ്റെ അവസാന ഭാഗം ടെലിവിഷനിൽ പ്രത്യേക എപ്പിസോഡുകളായി പ്രേക്ഷകരെ കാണിക്കുന്നു എന്ന് മാത്രം. അതായത് ആപ്ലിക്കേഷൻ മുതൽ പലതരത്തിലുള്ള സ്ക്രൂട്ടണികളും പലതരത്തിലുള്ള മത്സരങ്ങളും കഴിഞ്ഞിട്ടാണ് ഇവർ അഗ്നിപരീക്ഷയിലേക്ക് എത്തുന്നത്. ഇതിനിടയിലുള്ള ഇൻ്റർവ്യൂകളിലും ഇവർക്ക് വേണ്ടി നടത്തിയ പല സെലക്ഷൻ പ്രോസസ്സുകളിലും ഇവരെക്കുറിച്ച് വ്യക്തമായ ധാരണയും ഇവരെക്കുറിച്ചുള്ള ഡേറ്റയും എല്ലാം അഗ്നിപരീക്ഷ ടീമിൻ്റെ കയ്യിലുണ്ട്. അത് ജഡ്ജസിനും അവൈലബിൾ ആണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനൊരു ഉദാഹരണം, ആദ്യ 2 എപ്പിസോഡുകളിലൊന്നിൽ 1ാം സീസണിലെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റ് ആരാണ് എന്നൊരു മത്സരാർത്ഥിയോട് ചോദിക്കുമ്പോൾ അത് രഞ്ജിനിയാണ് എന്ന് പറയുമ്പോൾ, പക്ഷേ നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പേളിമാണിയാണല്ലോ എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്റ് ഉയർത്തി കാണിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഓരോ സാഹചര്യങ്ങളിലും കടന്നുപോയ സെലക്ഷൻ പ്രോസസ്സുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഈ അഗ്നിപരീക്ഷയുടെ ഫ്ലോറിൽ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രേക്ഷകർ അഗ്നിപരീക്ഷ മാത്രമാണ് കാണുന്നതെങ്കിലും ബിഗ് ബോസ് സെലക്ഷനുമായി ബന്ധപ്പെട്ടവർ ഇവരുടെ ആപ്ലിക്കേഷൻ ലെവൽ മുതലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുള്ളവരും അതിൻ്റെ ഫീഡ്ബാക്കുകൾ എടുത്തിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ ഇവർ എത്രത്തോളം റിയൽ ആണ് അല്ലെങ്കിൽ ഇവർ സീസണിന് വേണ്ട
കണ്ടന്റുകൾ എത്രത്തോളം ഡെലിവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായി അവർക്ക് അസസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും എന്ന് സാരം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് സീസണെ സംബന്ധിച്ച കാര്യങ്ങളും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഇനി കുറച്ച് കണ്ടസ്റ്റൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. പലപ്പോഴും മത്സരാർത്ഥികൾക്ക് പറ്റുന്ന ഒരു പ്രധാന പ്രശ്നം അവരുടെ കഴിവുകൾ ഷോക്കേസ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വം പ്രദർശിപ്പിക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ്. പുറത്തു വന്ന പല മത്സരാർത്ഥികളും അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുകയും അവരുടെ എക്സ്പീരിയൻസുകളും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യവും, ഒരു അഗ്നിപരീക്ഷ എപ്പിസോഡ് എന്ന് പറയുന്നത് 40 മത്സരാർത്ഥികളും 3 ജഡ്ജസും ഒരു ആങ്കറുമാണ്. ആദ്യ എപ്പിസോഡുകൾ നോക്കുകയാണെങ്കിൽ 44 പേരാണ് ഒരു എപ്പിസോഡിലുള്ളത്. ഈ 44 പേർക്കുമായി ആകെയുള്ളത് 1 മണിക്കൂർ സമയമാണ്. ഈ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ ഏറ്റവും റിലവൻ്റായി തങ്ങളുടെ കഴിവുകളും തങ്ങളുടെ ഇമോഷനുകളും തങ്ങളുടെ പേഴ്സണാലിറ്റിയും ഒക്കെ എങ്ങനെ ഷോക്കേസ് ചെയ്യും എന്നത് മത്സരാർത്ഥികളെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ബിഗ് ബോസിൻ്റെ സീസണിലാണെങ്കിൽ ആഴ്ചയിലെ 7 ദിവസത്തിനുള്ളിൽ ഒരുപക്ഷെ നോമിനേഷനിൽ വന്നാൽ പോലും പിന്നീട് അടുത്ത 5 ദിവസത്തിനുള്ളിൽ അവരുടെ ആക്ടിവിറ്റികളിലൂടെയും അവരുടെ പിന്നീടുള്ള സമീപനങ്ങളിലൂടെയും പ്രേക്ഷകരുടെ മനസ്സ് മാറ്റാനുള്ള ഒരവസരം ലഭിക്കാറുണ്ടെങ്കിൽ ഇവിടെ ഈ 1 മണിക്കൂർ സമയത്ത് കൊണ്ട് മത്സരത്തിൽ ഇപ്പോൾ തുടരുന്ന അത്രയും മത്സരാർത്ഥികളുടെ ഈ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ ആ മത്സരത്തിലുള്ള അത്രയും മത്സരാർത്ഥികളുടെ പ്രകടനങ്ങളും അതിനോടുള്ള ജഡ്ജസിൻ്റെയും ആങ്കറിൻ്റെയും ഒക്കെ കമൻറ്റുകളുമൊക്കെ കടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ എപ്പിസോഡുകൾ നോക്കിയാൽ പലപ്പോഴും വളരെ കുറച്ച് പേർ മാത്രം ശ്രദ്ധിക്കപ്പെടുന്നതിനുള്ള കാരണം ഇത് തന്നെയാണ്. എന്നാൽ മുന്നോട്ട് വരും തോറും ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതോടെ ശേഷിക്കുന്ന മത്സരാർത്ഥികൾ കൂടുതൽ ആക്റ്റീവ് ആകുന്നതായി തോന്നുന്നതും കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടുന്നതിനുമൊക്കെ കാരണം മത്സരാർത്ഥികളുടെ എണ്ണം കുറയുന്നത് കൊണ്ടും അവർക്ക് സ്വാഭാവികമായി കിട്ടുന്ന സ്ക്രീൻ ടൈമിൻ്റെ ഷെയർ കൂടുന്നത് കൊണ്ടുമൊക്കെയാണ്. ആദ്യ എപ്പിസോഡുകളിലും പല മത്സരാർത്ഥികളും നല്ല രീതിയിൽ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും സംസാരിക്കാനും പല കാര്യങ്ങളിൽ ഇടപെടാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരുപക്ഷേ ഈ 1 മണിക്കൂർ എന്ന സ്ലോട്ടിലേക്ക് അതിനെ ചുരുക്കുമ്പോൾ അത്യാവശ്യമായി വേണ്ട കണ്ടന്റ് എന്ന നിലയിലേക്ക് അവരുടെ കണ്ടന്റിനെ അവർക്ക് ഉയർത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത് പലപ്പോഴും എഡിറ്റ് ചെയ്ത് പോവുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാകാം. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ സ്വന്തം കഴിവുകളെ ഷോക്കേസ് ചെയ്യാൻ കഴിയും എന്നത് മത്സരാർത്ഥികളെ സംബന്ധിച്ചൊരു വെല്ലുവിളിയാണ്. മറ്റൊരു കാര്യം, സെലക്ഷൻ പ്രോസസ്സിലെ പാറ്റേണുകളുടെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ വ്യത്യസ്തത എന്ന് പറയാം. ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ഒരു ദിവസം ക്യാപ്റ്റന് ടീമിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ മറ്റൊരു ദിവസം ജഡ്ജസ് ആയിരിക്കും തീരുമാനിക്കുക, മറ്റൊരു ദിവസം മത്സരാർത്ഥികൾ ക്യാപ്റ്റനെ തീരുമാനിക്കുകയായിരിക്കും. ഇങ്ങനെ പല രീതിയിൽ ചിലപ്പോൾ വേഴ്സ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച മത്സരാർത്ഥി ആര് എന്നതിന് 2 നോമിനേഷൻ വീതം നൽകിയിട്ട് അതിൽ നിന്ന് 5 പേരെ തിരഞ്ഞെടുക്കും. ചിലപ്പോൾ 3 പേരെയാകാം, ചിലപ്പോൾ 4 പേരെയാകാം. അതുകൊണ്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ കഴിയാതെ പോകുന്ന സാഹചര്യങ്ങൾ. ഇങ്ങനെ മത്സരാർത്ഥികൾക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ റിസ്ക് ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഗെയിം പോകുന്നത്. എന്നാൽ ഗെയിം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മത്സരാർത്ഥികളുടെ എണ്ണം പകുതിയിൽ താഴെയായി ചുരുങ്ങുമ്പോൾ ഈ സ്ഥിതിക്ക് കുറച്ചുകൂടി മാറ്റം വരാനാണ് സാധ്യത. ഇതിനേക്കാളൊക്കെ ഉപരി മലയാളികളെ സംബന്ധിച്ച് ഇതൊരു ആദ്യ അഗ്നിപരീക്ഷ സീസണാണ്. അതുകൊണ്ട് തന്നെ അഗ്നിപരീക്ഷ സീസൺ എങ്ങനെയാകും, അതിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, ഒരു മലയാളത്തിൻ്റെ അഡാപ്റ്റേഷൻ മറ്റ് ഭാഷകളിൽ ഇത് നടന്നിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ അതെങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് ഇതിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾക്കും കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്നിരിക്കില്ല. ഈ ഒരു സീസണിന് ശേഷം ഇനി അഗ്നിപരീക്ഷകൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ പലർക്കും ഉണ്ടാകും. അതനുസരിച്ച് മുൻപിൽ തന്നെ സ്ട്രാറ്റജികൾ മെനഞ്ഞ് അല്ലെങ്കിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഉള്ളിൽ കയറാനുള്ള സാഹചര്യമുണ്ട്. ഇതിൽ പലപ്പോഴും മത്സരാർത്ഥികൾ പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ഒരു സാഹചര്യമുണ്ട്. ഇതുകൂടാതെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അഗ്നിപരീക്ഷ ഗെയിം പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് എത്തിച്ചത് എന്ന് കമൻറ്റ് ചെയ്യൂ. ചുരുക്കി പറഞ്ഞാൽ നിലവിൽ നമ്മൾ കണ്ട 40 മത്സരാർത്ഥികളിൽ നിന്ന് 5 അതിനടുത്ത എണ്ണമോ മത്സരാർത്ഥികൾ മാത്രമായിരിക്കും ബിഗ് ബോസ് സീസണിലേക്ക് എത്തുക. ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എവിക്റ്റായി പോകേണ്ട മത്സരാർത്ഥികളാണ്. അതായത് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം, നിലവിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട മത്സരാർത്ഥികളുടെ എണ്ണത്തിൻ്റെ ഏതാണ്ട് 8 അതിലധികമോ ഇരട്ടി മത്സരാർത്ഥികൾ നിലവിൽ അഗ്നിപരീക്ഷ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എലിമിനേഷൻ എന്നത് അത്ര തന്നെ അനിവാര്യതയാണ്. എപ്പിസോഡുകൾ മുന്നോട്ട് പോകും തോറും മത്സരാർത്ഥികളുടെ എണ്ണം കുറയുകയും അതിലുള്ള മത്സരാർത്ഥികൾക്ക് കൂടുതൽ പെർഫോം ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും എന്നും പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഈ വിഷയങ്ങളിലൊക്കെയുള്ള അഭിപ്രായങ്ങൾ എന്ത് എന്ന് കമൻറ്റ് ചെയ്യണേ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് നോക്കട്ടെ.